വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഗോഡ് മിറാക്കിൾ വോയിസ് ചർച്ചിൻ്റെ സ്നേഹ സന്ദേശം അറിയിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾക്ക് ഇന്ന് ദൈവഭാഗത്തിനായി ചിന്തിക്കാനായി ഒരു വചനം നമുക്ക് വായിക്കാം. യെഹെസ്കേലിൻ്റെ പുസ്തകം 37-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 10 വരെ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്ന അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ നിരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിക്കുക. അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളുടെ ഇപ്രകാരം അരുൾ ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം വെച്ച് പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥിയോടും വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ ഞരമ്പുകൾ മാംസം വരുന്നതും അവയുടെ മേൽ തൊക്കു പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയില്ലാതിരുന്നപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക, മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവയുടെ മേൽ ഊതുക എന്ന് അവരോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്ന് അവർ ജീവിച്ച് ഏറ്റവും വലിയൊരു സൈന്യമായി എന്ന് പറഞ്ഞത്. ആമേൻ. കർത്താവേ, ഈ വചനം കേൾക്കുമ്പോൾ ഒരു പ്രവചനത്തിൻ്റെ വരമാണ് ഇതിനകത്ത് കാണുന്നത്. ഹല്ലേലൂയ. രോഗികളായിരിക്കുന്നവരും സൗഖ്യം പ്രാപിക്കേണ്ടത് കർത്താവിൻ്റെ നാമത്തിൽ. പിതാവേ, ഇത് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയൊരു നിർമ്മിതമായി ഇത് കാണുന്നു. പിതാവേ, അനേകർ ഇന്ന് രക്ഷയെക്കുറിച്ച് അറിയാതെയും ഇത് എന്താണെന്ന് മനസ്സിലാക്കാതെ, ദൈവനാമത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ അനേകർ രക്ഷയുടെ കവചം എന്താണെന്നറിയാതെ ഇങ്ങനെ പുറപ്പെടുവിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ഈ പകലിൽ ഞാൻ പ്രവചിക്കുന്നു, ഈ വചനത്തിന്റെ ആധാരമാക്കി ഞാൻ പ്രവചിക്കുന്നു, രോഗികളായിരിക്കുന്നവർ ഈ വചനത്താൽ സൗഖ്യം പ്രാപിക്കും. അനേകർ രക്ഷയുടെ കവചം ധരിക്കപ്പെടും. മാംസത്തോടും അസ്ഥികളോടും, ഹല്ലേലൂയ, ഞരമ്പുകളോടും വന്നു ചേരുന്നതായി ഞാൻ എൻ്റെ ആത്മാവിൽ കാണുന്നു. ദൈവഹിതം വെളിപ്പെടുമാറാകും. ശക്തീകരണത്താൽ ഹല്ലേലൂയ, ദൈവഹിതം വെളിപ്പെട്ട് അനേകർ രോഗത്തിൽ നിന്ന് സൗഖ്യമാകുകയും അനേകർ രക്ഷയെന്ന മാർഗത്തിൽ സ്വീകാര്യമാകുകയും അനേകവരുടെ ജീവിതങ്ങൾ മാറി മറിയുന്ന ഒരു വചനമായി മാറട്ടെ. ഹല്ലേലൂയ. ഏറ്റവും ഉണങ്ങി നിലവാരം പറ്റിയ ചില ജീവിതത്തിലെ സാധ്യതകൾ എൻ്റെ ആത്മാവിൽ കാണുന്നു. അവർ ജീവൻ വെച്ച് പ്രാണൻ പൂർണ്ണമായും പ്രാപിച്ച് ജീവൻ പുതുക്കത്തിൽ പ്രാപിച്ച് ദൈവത്തോട് പറ്റി വരുന്ന പുതിയൊരു തലമുറയെ ഞങ്ങൾ കാണുന്നു. കർത്താവേ, യേശുപ്പ, ഈ തിരുവചനങ്ങൾ അടിസ്ഥാനത്തിൽ പിതാവേ, ഒരു വലിയ ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയുന്നത്, ഒരു അസാധാരണമായൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകുന്ന അനേക ജീവിതങ്ങൾ ഇത് വലിയ സാക്ഷ്യമായി തീരുവാൻ കർത്താവെ അനേകവര് ഈ രക്ഷയുടെ കവചത്താൽ പിതാവേ, രോഗികളായിരിക്കുന്നവർ സൗഖ്യം പ്രാപിച്ച് അനേകവർ പിതാവേ നിന്റെ സാന്നിധ്യം അറിയുകയും നിന്റെ ഈ വചനത്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിൽ പകർന്നു വരത്തക്കവണ്ണം പിതാവേ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. വലിയ ഒരു സന്ദേശം ഇതിൽ നിന്ന് പുറപ്പെടുന്നു. നിങ്ങൾ എത്ര ഉണങ്ങി ചുരുണ്ടതായിരുന്നാലും, എത്ര നിങ്ങൾ മുരടിച്ചു പോയതായിരുന്നാലും, നിങ്ങളുടെ ആസ്തികൾ എത്ര ഉണങ്ങിയതിനായാലും, നിങ്ങളെ എത്രത്തോളം നിങ്ങൾ താഴ്മ ധരിച്ചിരുന്നാലും പിതാവേ, നിങ്ങളെ ദൈവം അതിനെ പൂർത്തീകരിക്കുവാൻ, പുനർസ്ഥാപിക്കുവാൻ, ജീവൻ വെച്ച് വരേണ്ടതിന് പുനർസ്ഥാപനമാക്കി തീർത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു രക്ഷയെ എൻ്റെ കർത്താവ് കൊണ്ടുതരും. രോഗികളായിരിക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ. ഞാൻ അവരോട് പ്രവചിക്കുന്നു. ചില ആൾക്കാരുടെ ചില ജീവിതങ്ങളെ ഞാൻ കാണുന്നു. എൻ്റെ ആത്മാവിൽ കാണുന്ന ദിവ്യ ദർശനത്താൽ ഞാൻ കാണുന്നു. അവർ സൗഖ്യം പ്രാപിച്ച് ജീവൻ വെച്ച് വരേണ്ടതിന് ഈ വചനം അവരുടെ ജീവിതത്തെ സൗഖ്യമാക്കുകയും അവർ കർത്താവിനോട് അടുക്കുകയും
ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ രൂപാന്തരം പ്രാപിച്ച് ദൈവത്തെ അവർ മുറുകെ പിടിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ഈ തിരുവചനങ്ങൾ നിങ്ങൾ വളരെ ഒരു ജീവിതം മറിയുന്ന ഒരു വചനമായി മാറട്ടെ. രോഗികൾ സൗഖ്യപ്പെടട്ടെ, അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹമാക്കി തീർക്കട്ടെ. ആമേൻ, 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 ആമേൻ.